നമസ്കാരം. അധിനിവേശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളും ഉണ്ടാകും. സാംസ്കാരികമായ അധിനിവേശം, ഭരണപരമായ അധിനിവേശം, ഭക്ഷണത്തിൻ്റെ പേരിലുള്ള അധിനിവേശം, ഇതെല്ലാം ഭാരതത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അതേ തീവ്രതയോടുകൂടി നിലനിൽക്കുന്ന ഭാരതത്തിലൊരു പ്രദേശമാണ് കേരളം. കേരളത്തിൽ ഇന്ന് ഏതാണ്ട് ഭക്ഷണക്രമത്തിൽ പേർഷ്യൻ ഭക്ഷണ രീതിയായി. വസ്ത്രം നമ്മൾ പലപ്പോഴും കേരളത്തിൻ്റെ പല ഇടങ്ങളിൽ ചെന്നാൽ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ആണോ എന്ന് നമുക്ക് ലജ്ജ തോന്നും വിധം, അല്ലെങ്കിൽ ആശങ്ക തോന്നുന്ന രീതിയിലുള്ള അധിനിവേശം വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പോലും ആയിട്ടുണ്ട്. അത് നമ്മുടെ പതുക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്കും വരികയാണ്. അരിച്ചരിച്ച് നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്കും ആ അധിനിവേശം വരികയാണ്. ഇന്ന് അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഒരു മനുഷ്യനടുത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. 6ാം ക്ലാസ്സിലെ പാഠപുസ്തകം, ഒരു പാഠം, ആ പാഠത്തിനെക്കുറിച്ച് വിശദമായി സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായിട്ടുള്ള ഒരു വിമർശനം നടത്തിയ വെങ്കടേശ്വരൻ പനമരം എന്ന് പറയുന്ന ഈ വയനാടിൻ്റെ ശബ്ദമായ ഒരു മനുഷ്യൻ. അദ്ദേഹം കർഷകനാണ്, അദ്ദേഹം എഴുത്തുകാരനാണ്, അദ്ദേഹം ഒരു സാംസ്കാരിക നായകനാണ്. അദ്ദേഹം കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഈ പാഠപുസ്തകത്തിലെ ഒരു പാഠത്തിനെക്കുറിച്ച് ഒരു വിമർശനം നടത്തിയിരിക്കുകയാണ്. ചട്ടിപ്പത്തിരി ആർക്ക് വേണ്ടി എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയ്ക്ക് തലവാചകമായി കൊടുത്തിട്ടുള്ളത്. എന്തായാലും എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു വാദത്തോടു കൂടി ഒരു പോസ്റ്റ് പങ്കുവെച്ചത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമസ്കാരം. ഞാൻ രാവിലെ തന്നെ ചേട്ടൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച ഉടനെ എനിക്ക് ചേട്ടനെ കാണണമെന്ന് തോന്നി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാഠപുസ്തകത്തെക്കുറിച്ചൊരു വിമർശനം, അതിലുള്ള ഒരു പാഠത്തെക്കുറിച്ച് വിമർശനം നടത്തിയതെന്ന് അറിയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ താണ്ടി ചേട്ടൻ്റെ അടുത്തേക്ക് വന്നത്. മനോഹരമായൊരു അന്തരീക്ഷമാണ്. ഒരു കുളം, ഒരു താമര, ആമ്പൽ, ഇങ്ങനെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഈ വയനാട്ടിലെ സാംസ്കാരിക നായകനായിട്ടുള്ള ചേട്ടനോട് സംസാരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായിരുന്നു ചേട്ടൻ്റെ ആദ്യം എഴുതാനുള്ള പ്രചോദനം? അത് എനിക്ക് മനസ്സിൽ വളരെ വിഷമം തോന്നാനുണ്ടായ കാരണം, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ കാലത്ത് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന ഒരു കവിത ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കവിതയൊക്കെയായിരുന്നു മലയാള പാഠപുസ്തകങ്ങളിലുണ്ടായിരുന്നത്. നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവതുനാകും നരകവും അതുപോലെ. ആ 4 വരികളിൽ ഒരുപാട് അർത്ഥങ്ങളും ആന്തരാർത്ഥങ്ങളും ഉണ്ടായിരുന്നു. നമിക്കിൽ ഉയരാം, ഏറ്റവും വിനയത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാം. നടുകിൽ തിന്നാം, നമ്മൾ നട്ടുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഓരോ വരികളും നൽകുകിൽ നേടിയിടാം, ദാനശീലമുള്ളവന് മാത്രമേ അവന് ഉയർച്ച ഉണ്ടാവുള്ളൂ, മറ്റുള്ളവർക്കും വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നാമേ പണിവത്തു നാഗം നരകവും അതുപോലെ. നമ്മൾ സ്വർഗവും നരകവും ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം നമ്മുടെ നയങ്ങളാണ് നമ്മുടെ ജീവിതത്തെയും സമൂഹത്തെയും ഏതൊക്കെ രൂപത്തിൽ ബാധിക്കണം, നല്ലത് സമൂഹത്തിൽ വേണമോ, എന്താണ് വേണ്ടതെന്ന് നമ്മുടെ നയങ്ങളിലൂടെയാണ് തീരുമാനിക്കപ്പെടുന്നത്. ഇതിൻ്റെ അർത്ഥവും ആന്തരാർത്ഥവും കൃത്യമായി സ്പഷ്ടമാക്കുന്ന അത്രയും മനോഹരമായ സാരോപദേശങ്ങളടങ്ങിയ കവിതകളൊക്കെ ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഈ പാഠപുസ്തകങ്ങളിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്കൊരു വേദനിപ്പിക്കുന്ന അനുഭവം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു വീട്ടമ്മ എന്നെ വിളിക്കുകയുണ്ടായി. അവർക്ക് എൻ്റെ നമ്പർ അറിയില്ല. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വെങ്കടേശേട്ടാ, ഒരു സങ്കടം, ഒരു വിഷമം പറയാനുണ്ട്. ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ. അവർക്ക് എൻ്റെ നമ്പർ അറിയില്ല, നേരിട്ട് എന്നെ കണ്ടിട്ടുമില്ല. അപ്പോൾ ആ വീട്ടമ്മ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്, എന്താ കാര്യം ചോദിച്ചു. എനിക്കൊരു വിഷമം പറയാനുണ്ട്, ഞാൻ നിങ്ങളോടുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ മകളെ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉള്ളപ്പം ആ മകൾക്ക് മലയാള ഭാഷയുമായി യാതൊരു തരത്തിലും പൊരുത്തപ്പെടാത്ത ഒരു ലിപി ഭാഷ ആ മകളെ പഠിപ്പിക്കാൻ, ആ ഭാഷ ഞാൻ സ്വായത്തമാക്കേണ്ടുന്ന ഒരു ഗതികേട്, ആ ദുരന്തം, അതെനിക്ക് വല്ലാത്തൊരു അമർഷം ഉണ്ടാക്കുന്നുണ്ട് മനസ്സിന്. അപ്പോൾ എന്താണെന്ന് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. 6ാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകത്തിൽ ചട്ടിപ്പത്തിരി എന്നൊരു പാഠഭാഗമുണ്ടെന്നും ആ ചട്ടിപ്പത്തിരി എന്ന പാഠഭാഗത്തിൽ അവരുടെ അടുക്കളയിൽ നടക്കുന്ന സംസാരങ്ങൾ ഒരു പ്രത്യേക പ്രദേശത്തുള്ള, കാലങ്ങളായിട്ട് ആ പ്രത്യേക പ്രദേശത്ത് ഒരു പ്രത്യേകം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഭാഷ അതിൽ അതേപോലെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ രേഖപ്പെടുത്തിയ ഭാഷ ഈ കുട്ടിയുടെ അമ്മ പഠിച്ചിട്ട് മക്കളെ പഠിപ്പിക്കേണ്ട അവസ്ഥ. ആ മക്കൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, കാരണം അത് പഠിക്കേണ്ട ആവശ്യവുമില്ല. ഒന്നാമത് അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഗുണപാഠങ്ങളും സമൂഹത്തിന് ലഭിക്കുന്നില്ല, ഈ പഠിക്കുന്ന കുട്ടിക്ക് ലഭിക്കുന്നില്ല, ആർക്കും ലഭിക്കുന്നില്ല. ആകെ ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രാദേശികമായ ചില പ്രത്യേകം ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷ ഈ പാഠപുസ്തകങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കുക. അപ്പം മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംശുദ്ധതയും തനിമയും വേണ്ടുന്ന രീതിയിൽ തലമുറകളിലേക്ക് കൈമാറാനുള്ളതാണ് മലയാള ഭാഷാ പഠനം. അതിനാണ് മലയാള ഭാഷ പാഠപുസ്തകം വെച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിലുണ്ടാകേണ്ടത്. ആ ഉള്ളടക്കം മൊത്തം ഇങ്ങനെയാകുമ്പോൾ അവർക്കുണ്ടായ ഒരു മാനസിക വിഷമം നിമിത്തം അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പാഠപുസ്തകം ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. അവർ വളരെ കഷ്ടപ്പെട്ട് 10-16 കിലോമീറ്റർ ദൂരെ നിന്ന് അവർ പാഠപുസ്തകം ഇവിടെ എത്തിച്ച് ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ എഴുതാൻ ഞാൻ നിർബന്ധിതനായത്.
അപ്പോൾ കവി മലയാള ഭാഷയെക്കുറിച്ച് പറഞ്ഞത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ. പെറ്റമ്മ തൻ ഭാഷ തന്നെ എന്നാണ്. Yes. അതായത് നമ്മുടെ മലയാളം മധുര മലയാളം മധുര അത് നമ്മുടെ പെറ്റമ്മയ്ക്ക് തുല്യമാണെന്നാണ് കവി അതെ പറഞ്ഞത്. അതെ അതെ പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ അതായത് വിദ്യാലയത്തിൽ പിച്ച വെച്ചു ഈ വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തേക്ക് പിച്ച വെച്ച് തുടങ്ങുന്നത് 6ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഭാഷയുടെ ലോകത്തേക്ക് കടന്നു തുടങ്ങുന്ന കാലഘട്ടമാണ്. അപ്പോൾ തന്നെ അവർക്ക് വികലമായ മലയാളമാണ് പഠിപ്പിക്കുന്നത്. അതെ, വികലമായ മലയാളം പഠിപ്പിക്കുന്നു. ഇത് നമുക്ക് ശരിയാണ്, നാടൻ പ്രയോഗങ്ങൾ നമ്മൾ പഠിക്കണം, നാടൻ ഭാഷകൾ അതൊക്കെ കുറച്ചുകൂടി ഹയർ സ്റ്റഡീസിൻ്റെ സമയത്ത് നമ്മൾ ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ടതാണ്. പക്ഷേ വാഴപ്പഴം എന്നുള്ളതിന് വായപ്പഴം എന്ന് പഠിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ ജനത, നമ്മുടെ മക്കൾ വരികയാണ്. ഈ പാഠഭാഗമായിരിക്കാം അദ്ദേഹം പറഞ്ഞത് ചട്ടിപ്പത്തിരി എന്ന് പറയുന്ന ഇതായിരിക്കാം അല്ലേ? അതെ 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 6ാം ക്ലാസ്സിലെ പാഠപുസ്തകം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു അധിനിവേശത്തിൻ്റെ ഭാഗമാണ്. ചിലരെല്ലാം ആ അധിനിവേശം നല്ലതാണെന്ന് കരുതി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എങ്ങനെ ഇത് ചെറുക്കാൻ കഴിയും നമുക്ക്? ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാദേശികമായ ഇപ്പം നമ്മുടെ മലയാള ഭാഷ രൂപപ്പെട്ടത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ച് ഞാൻ മനസ്സിലാക്കിയുള്ളത് സഖ്യപർവ്വത നിര എന്നൊരു ഭൂപ്രകൃതി നമ്മുടെ മലയാള ഭാഷ ജന്മം കൊള്ളാൻ ഒരു പ്രധാന കാരണമാണ്. കാരണം സഖ്യപർവ്വത നിരയുടെ അപ്പുറത്തുള്ളത് തമിഴ്നാട്, ഒരു ഭാഗത്ത് തമിഴ്, ഒരു ഭാഗത്ത് അങ്ങോട്ടേക്ക് കർണാടകം. പക്ഷേ ഈ സഖ്യപർവ്വത നിരയുടെ ഇപ്പുറത്തുള്ള ആളുകളിൽ നിന്നും കാലക്രമത്തിൽ വളരെ എത്രയോ കാലങ്ങൾ കൊണ്ട് ഘട്ടം ഘട്ടമായി ഉരുത്തിരിഞ്ഞ് അതിനെ സ്ഫുടീകരിച്ച് അതിനെ സമ്പുഷ്ടീകരിച്ച് അങ്ങനെയാണ് മലയാള ഭാഷ രൂപപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മലയാള ഭാഷയിൽ ഇഷ്ടംപോലെ നല്ല സാഹിത്യകൃതികളും സഞ്ചാരകൃതികളും സാരോപദേശ കഥകളും ഇതിനു മുമ്പുള്ള പൂർവികർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിരിക്കെ അവയെല്ലാം തന്നെ തള്ളി മാറ്റിക്കൊണ്ട് ഒരു പ്രത്യേക എന്താണ് ഇതിന് പറയേണ്ടത്, ഇതിന് ഏത് ഭാഷയിലാണ് ഇതിനെ നിർവചിക്കേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വികലമായ വൈകല്യമായ ഒരു സംസാര രീതി ഈ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു പാഠപുസ്തകം തയ്യാറാക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അതിനെ ഒരു പ്രത്യേക രീതിയിൽ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെയുണ്ടായിരുന്ന പാരമ്പര്യ തനിമ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിനെ വികലമാക്കാനുള്ള ചിലരുടെ ആസൂത്രിത ബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നോക്കൂ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പെറ്റമ്മയ്ക്ക് തുല്യമാണ് മലയാള ഭാഷ. ഈ മലയാള ഭാഷയെ വികലീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല. ഏത് സ്ഥാനത്തെത്തിയാലും ഒരു സങ്കടകരമായ കാര്യം, നമുക്ക് ഇത് മതപരമായിട്ടോ ജാതീയപരമായിട്ടോ ഒന്നും കാഴ്ചപ്പാടിലൂടെ വിദ്യാഭ്യാസ മേഖലയെ കാണാൻ കഴിയില്ല. പക്ഷേ ചില ആളുകൾ ഏത് മേഖലയിലെത്തിയാലും അവരുടെ മതപരമായിട്ടുള്ള അജണ്ടകൾ അതിനെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു. ഇപ്പോൾ തന്നെ നോക്കൂ, PM ശ്രീ പോലെയുള്ള ഒരു കേന്ദ്ര പദ്ധതിയെ എതിർക്കുന്നു. അത് എതിർക്കുന്നതും കാരണം പറയുന്നത് കാവ്യവൽക്കരണം എന്നൊക്കെയാണ്. ഈ നാടിൻ്റെ നന്മകളെ, ഈ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് തെറ്റാവുകയും മറ്റ് പ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ പേർഷ്യ പോലെയുള്ള അറേബ്യൻ നാടുകളുടെ സംസ്കാര രീതി ഉൾക്കൊള്ളുകയും അത് ഇവിടെ സംശീകരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ബോധപൂർവം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും നല്ലതായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നന്മയ്ക്കൊപ്പം നിൽക്കുന്ന, നന്മയ്ക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും ശബ്ദമുയർത്തുന്ന വെങ്കടേശ്വരൻ ചേട്ടനെ പോലെയുള്ള ആളുകളുടെ ശബ്ദത്തിന് കരുത്തേകാൻ നമ്മുടെ പ്രകൃതിക്കും മലയാളത്തിനും കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.